ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ ഒരു യുവതി ജീവനൊടുക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്താണ് മരണത്തിന് പിന്നിലെ കാരണമെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. കൊല്ലപ്പെട്ടതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് തക്കതായ തെളിവുകളൊന്നും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സുൽത്താൻപൂരിലെ ചന്ദ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബർണി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് 25-കാരി നേഹയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നേഹ ഏറെ നേരമായിട്ടും വാതിൽ തുറക്കാതെ വന്നതോടെ വീട്ടുകാർ ജനാല വഴി നോക്കിയപ്പോഴാണ് നേഹയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2025 ഏപ്രിൽ 21-നാണ് 25 വയസ്സുകാരി നേഹ തിവാരി വിവാഹിതയായി സുൽത്താൻപൂരിലേക്ക് എത്തുന്നത്. വ്യാഴാഴ്ച രാത്രി ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു നേഹ. പുലർച്ചെ ഏകദേശം 2 മണിവരെ നേഹ വിവാഹ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് കുടുംബം നൽകുന്ന വിശദീകരണം. എന്നാൽ വീട്ടിലെത്തിയ നേഹ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു എന്നതിൽ കുടുംബത്തിനും കാര്യമായ വിശദീകരണങ്ങളൊന്നുമില്ല. നേഹയുടെ ഭർത്താവ് സൗരഭ് തിവാരി സംഭവ സമയത്ത് മുംബൈയിലായിരുന്നു. അയാൾ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. സൗരഭിന്റെ മാതാപിതാക്കളും സഹോദരിയും മാത്രമായിരുന്നു നേഹയ്ക്കൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇൻസ്പെക്ടർ ഇൻചാർജ് അമിത് കുമാർ മിശ്ര പോലീസ് സംഘത്തോടൊപ്പം സംഭവസ്ഥലം പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് നിന്ന് ആവശ്യമായ തെളിവുകളും ശേഖരിച്ചു. 8/5/2026 थाना कोतवाली चांदा जनपद सुल्तानपुर सुबह के लगभग 7:30 बजे ग्राम बरनी पुलिस को यह सूचना मिली कि एक महिला जिसका नाम नेहा तिवारी उम्र लगभग 25 वर्ष है, उसने अपने ससुराल में कमरे में फांसी लगाकर आत्महत्या कर ली। सूचना मिलने पर तत्काल पुलिस फोर्स घटनास्थल पर पहुंची तथा उसका निरीक्षण किया। फील्ड यूनिट को बुलाया गया। शव पे कोई जाहिरा चोटें नहीं आई है। पंचायतनामा तथा पोस्टमार्टम की कार्रवाई की जा रही है। तहरीर के आधार पर अग्रिम कार्रवाई की जाएगी. നിലവിൽ നേഹയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. ശരീരത്തിൽ ബാഹ്യപരുക്കുകളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന നേഹ പിന്നെ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടുകൂടി മരണകാരണം വ്യക്തമാകും. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.